കുട്ടികളെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. ഈ ബ്രെഡ് ഈ ഗ്ലാസ്സോ എന്തെങ്കിലും വട്ടത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെന്റ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എല്ലാ ബ്രെഡും എടുത്ത് വെക്കാം. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് അതിൻ്റെ ഓരോ സ്ക്വയർ ആയിട്ട് വെക്കുക. പിന്നെ ഒരു 2-3 മുട്ട, പിന്നെ നമ്മുടെ റസ്ക് പൊടി, ഇച്ചിരി പാലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ട ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ റസ്ക് പൊടി അതറിയാലോ, നമ്മൾ കട്ട്ലേറ്റിനൊക്കെ മുക്കി പൊരിക്കില്ല അതുപോലെ. പക്ഷെ ഇതിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കാത്തൊരു സാധനമാണ്. പക്ഷെ അത് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് അവർ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ബ്രെഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു പീസ് ചോക്ലേറ്റ് വെക്കുക. ഡ്രൈ ആയിട്ട് വെക്കരുത്, കുറച്ച് മുട്ടയിൽ മുക്കിയിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതായത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അടഞ്ഞിരിക്കണം. അപ്പോൾ ചെറുതായിട്ട് മുട്ടയിൽ ഒരു മീഡിയം പ്രഷർ, ഭയങ്കര ഒരു അമർത്തി പൊട്ടിച്ച് ചെതറിക്കളയരുത്. ചെറുതായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടാൻ തുടങ്ങും. പതുക്കെ ഒന്ന് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിക്കുക. ബാക്കി ഒട്ടിക്കല് നമുക്ക് ബ്രെഡ് റസ്ക് പൊടിയിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ആ ഒരു പൊടിയിലും ചെറുതായിട്ടൊരു പ്രസ് കൊടുക്കണം. ഒരുപാട് അമർത്തരുത്. ഒരുപാട് അമർത്തി കഴിഞ്ഞ് ചോക്ലേറ്റ് തള്ളി പുറത്ത് വരും. സൈഡിലൊക്കെ പൊടിയാക്കിയിട്ട് സൈഡിലും ചുറ്റിനും ഒരു നമുക്കറിയാലോടാ, നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു കവറിങ്. ബ്രെഡ് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്നിട്ട് ഒരുപാട് തീയിലിട്ട് മൊരിഞ്ഞ് കരിഞ്ഞ് കളയരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. ഞാനപ്പോൾ കുറച്ച് എണ്ണയൊക്കെ കോരി അതിൻ്റെ മേത്തൊക്കെ ഒഴിച്ചിട്ടോ. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ചോക്ലേറ്റ് കൊടുക്കില്ല. പക്ഷെ സർപ്രൈസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുമ്പോണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ ഈ ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ മെൽറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ഒരു എന്ന് വെച്ചാൽ ഒരു പീസ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര മധുരമായി പോകും കേട്ടോ. ഇതിങ്ങനെ രണ്ടാക്കുമ്പോൾ തന്നെ ഈ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആയിട്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റോട്ടെ. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒഴുകി വരും. പക്ഷെ ഈ പാലും മുട്ടയെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാടാ.